പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുമസിനൊരുങ്ങുമ്പോൾ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിറഞ്ഞു നിന്ന് ഒരു ദൈവീക നന്മയെക്കുറിച്ച് ചിന്തിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈശോയിൽ പ്രിയരെ, ദൈവവിശ്വാസം, യഥാർത്ഥ ദൈവഭക്തി എന്താണെന്ന് ഈ വാക്കുകളിലുണ്ട്. തൻ്റെ യജമാനൻ ആരാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തിയാണ് ദാസൻ അല്ലെങ്കിൽ ദാസി. ദാസിക്ക് സ്വന്തമെന്ന് പറയാൻ യജമാനനും യജമാനൻ്റെ താല്പര്യങ്ങളും യജമാനൻ്റെ പദ്ധതികളും മാത്രം. ദൈവം നിന്നിൽ പിറക്കണമെങ്കിൽ നീ പൂർണ്ണമായും ദൈവത്തിൻ്റെതായി മാറണം. എൻ്റേതെന്ന് പറയാൻ ദൈവമല്ലാതെ മറ്റാരും ഉണ്ടാകരുത്, മറ്റൊന്നും ഉണ്ടാകരുത്. എന്നാൽ സ്വജനത്തെക്കുറിച്ച് കർത്താവ് ഹോസേയ പ്രവാചകനിലൂടെ പറയുന്നു. ഹോസേയ 4-ാം അധ്യായം 1-ാം വാക്യം. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. 14-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, അറിവില്ലാത്ത ജനം നശിക്കും. മനുഷ്യനെക്കുറിച്ച് ദൈവം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും. 21-ാം വാക്യത്തിൽ നാം വായിക്കും, എന്നെ സ്തുതിച്ചു പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തെരഞ്ഞെടുത്ത എൻ്റെ ജനത്തിന്. എൻ്റെ യജമാനൻ ആരാണെന്ന്, എൻ്റെ പിതാവ് ആരാണെന്ന്, ഞാൻ ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ഈ തിരുവചനങ്ങളിലുണ്ട്. യെശയ്യായുടെ പുസ്തകം 64-ാം അധ്യായത്തിൽ നാം വായിക്കും, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്, ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. ദൈവജനമേ, ഇത് കർത്താവിൻ്റെ ദാസി എന്ന് അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റുപറഞ്ഞ പരിശുദ്ധ കന്യകാമറിയത്തിൽ സ്വർഗം തന്നെ ഇറങ്ങി വന്ന് വസിച്ചു. പരിശുദ്ധ കന്യകാമറിയം രക്ഷകന്റെ അമ്മയായി, ദൈവമാതാവായി, ലോകത്തിൻ്റെ അമ്മയായി. ഈശോയിൽ പ്രിയരെ, ദാസി യജമാനൻ്റെ സ്വത്ത്. അതായത് യജമാനന് ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. നാം ആരുടെ ദാസരാണ്? സൃഷ്ടാവും പിതാവുമായ കർത്താവായ ദൈവത്തിൻ്റെയോ അതോ ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമായ ഈ ലോകത്തിൻ്റെയോ? സ്വന്തം പദ്ധതികളല്ല, കർത്താവിൻ്റെ പദ്ധതികൾ മാത്രം ഈ ലോകത്ത് യാഥാർത്ഥ്യമാകുന്നതിന് ദൈവകരത്തിനു കീഴിൽ സുരക്ഷിതത്വം കണ്ടെത്തി അഭയം തേടുമ്പോഴാണ് പരിശുദ്ധ കന്യകാമറിയത്തിൽ വന്ന സ്വർഗീയ ചൈതന്യം നമ്മിൽ നിറയുക, രക്ഷകൻ യേശു ക്രിസ്തു നമ്മിൽ ജനിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ദൈവദൂതൻ ആട്ടിടയരെ അറിയിച്ചതുപോലെ സകല ജനതകളും വലിയ സന്തോഷം കൊണ്ട് നിറയുക. ദൈവമക്കളെ, പരിശുദ്ധ അമ്മയെപ്പോലെ സ്വന്തം യജമാനനെ തിരിച്ചറിഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്നേറ്റു പറയാൻ ഇനിയും എത്ര ദൂരം നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണിയേശു നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.